അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മള് ബബ്ബ സിനിമ ഇറങ്ങിയപ്പോ ദിലീപിന്റെ ആ ഒരു തിരിച്ചുവരവും ദിലീപ് ഏട്ടൻ ലാലേട്ടൻ കോമ്പോനെ പറ്റിയൊക്കെ സംസാരിച്ചു. അപ്പൊ ഇപ്പൊ വീണ്ടും ക്രിസ്മസിന്റെ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ട് സർവമായി റിലീസ് ചെയ്തേരൊക്കെയാണ്. എല്ലാവരും കാത്തിരുന്ന നിവിന്റെ എന്താ പറയാ തിരിച്ചുവരവാണ്, ആഘോഷിക്കുകയാണ്. അപ്പോൾ പടം ഇപ്പൊ റിലീസായി നന്നായി ഓടുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്താണ് അഭിപ്രായം കണ്ടിട്ട്? ശരിക്കും പറഞ്ഞ പോലെ തന്നെയാണ് നിവിന്റെ ഒരു തിരിച്ചുവരവ് തന്നെയാണ് നമ്മളെല്ലാരും കാത്തിരുന്ന ഒരു തിരിച്ചുവരവ്. ആ സീരിയസ് നിവിനൊക്കെ മാറി പണ്ടത്തെ ആ ഒരു കോമഡി നിവിനും അത് ശരിക്കും ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ്. കാരണം നിവിനും ഇതിന്റെ ഒരു ഇന്റർവ്യൂ സമയത്തൊക്കെ റിലീസിന് മുന്നോടിയായിട്ട് നിവിൻ പറഞ്ഞിരുന്നു. അതായത് എല്ലാരും പറഞ്ഞു, അതായത് നല്ലൊരു നടനാവണമെങ്കിൽ നിങ്ങൾ എന്റർടൈൻമെന്റ് കോമഡി മാറി കുറച്ച് സീരിയസ് ത്രില്ലർ ആക്ഷൻ മൂഡുള്ള സിനിമകൾ ചെയ്യണം. അപ്പൊ ആ വഴിക്ക് പോയി. പക്ഷെ അത് ആ ട്രാക്ക് എവിടേക്കോ തെറ്റി. ആ പറഞ്ഞവർ തന്നെ പറഞ്ഞു നിന്നെ ഒരു കോമഡി, നിന്റെ ഒരു കോമഡി മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇനിയിപ്പോ എന്തായാലും ഇനി ഇത് തന്നെയാണ് എന്ന് പറഞ്ഞ നിവിൻ ഒരു ശരിക്കും അതൊരു അഖിൽ സത്യൻ നിവിനെ തിരിച്ചു കൊണ്ടുവന്നിരുന്നു എന്ന് പറയാം. അത് ഇവരുടെ ഒരു കോംബോ അത്ര നല്ലൊരു ഡയറക്ടർ ആക്ടർ കോംബോ. അത് മാത്രല്ല വന്ന അജു വർഗീസ് നിവിൻ പോളിയും സത്യം പറഞ്ഞാൽ ഇവര് വരുമ്പോ തന്നെ ഒരു കോംബോ വർക്ക് ചെയ്യുന്നത് എന്ന് പറയുന്ന പോലെ തന്നെ അങ്ങനെയുള്ള ഒരു കോംബോയോടെയാണ് ഈ സിനിമയിലും നിവിൻ എത്രയോ നാളുകളായിട്ട് നിവിൻ കുറെ ഈ പറഞ്ഞ ചീത്ത വിളികൾ കേൾക്കുന്നു. അതായത് നിവിന്റെ ഒക്കെ കാലം കഴിഞ്ഞു, നിവിൻ ഫീൽഡ് ഔട്ട് ആയി എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കുറെ കേൾക്കുന്നുണ്ട്. ഇപ്പൊ നിവിന്റെ ഒക്കെ ഒരു ശരിക്കും പറഞ്ഞ ഇപ്പൊ 2010 തുടങ്ങിയ ജേണിയാണ്. കുറെ നടന്മാർ ആ 2010 വന്നു. ഇപ്പൊ മലർവാടി എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് അതിൽ 5 പേര് പുതുമുകളാണ്. ആ 5 പേരിൽ ഇന്ന് നിവിനും അജുവും തന്നെയാണ് ശരിക്കും ഒരു മുൻനിരയിൽ നിൽക്കുന്നത്. അപ്പൊ അത് ശരിക്കും നിവിന്റെ ഒരു യാത്ര നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിവിന് എവിടേക്കോ നിവിന്റെ ഒരു കഴിവ് തന്നെയാണ്. അതൊരു കഴിവെന്ന് പറഞ്ഞാൽ നിവിന്റെ ഒരു എങ്ങനെ സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ എനിക്ക് എന്റേതായ ഒരു വഴിയിൽ പോകും. നമ്മളിപ്പോ ദിലീപിനെ കുറിച്ച് പറയാറുള്ള പോലെ ദിലീപ് ഒരിക്കലും വേറൊരു ആൾക്കാരെ പോലെ ആവുകയോ വേറൊരു ആൾക്കാരുടെ സ്പേസോ അല്ല, സ്വന്തമായിട്ടൊരു സ്പേസ് ഉണ്ടാക്കിയെടുത്ത് പോയതാണ്. അതേപോലെ തന്നെയാണ് നിവിന്. കാരണം മലർവാടിയിൽ ശരിക്കും അതിൽ ഭഗതാണ് ഹീറോ എന്ന് പറയാൻ നമുക്ക് വേണമെങ്കിൽ. അതിൽ ഹീറോയിനും ഒക്കെ കാണിക്കുന്നത് ഭഗത് തന്നെയാണ്. നിവിൻ ഉണ്ട് ഒരു ഈക്വൽ ആയിട്ട്. നിവിൻ സീരിയസ് ആയിട്ടാണ് അതിൽ വന്നത്. പക്ഷെ അങ്ങനത്തെ സീരിയസ് ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുമ്പോഴും നിവിന് ചേരുന്നുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുന്നത് ഓം ശാന്തി നിവിൻ സീരിയസ് ആ, പക്ഷെ അത് വർക്കായി. അല്ല അതാ പറഞ്ഞ മലർവാടി കഴിഞ്ഞിട്ട് പിന്നെ ഒരു നിവിന്റെ ഒരു സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ശരിക്കും നമുക്ക് ട്രാഫിക്കിൽ ഒരു ഗസ്റ്റ് റോൾ ഉണ്ട്. അതിൽ നിവിൻ വന്നപ്പോൾ ഒരു വലിയൊരു കയ്യടിയായിരുന്നു. അത് കഴിഞ്ഞ് നിവിൻ ശരിക്കും ചെയ്തത് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ മെട്രോ എന്ന് പറയുന്ന ഒരു സിനിമ, അതന്ന് ദിലീപ് പ്രൊഡ്യൂസ് ചെയ്ത ഒരു സിനിമയാണ്. ബിപിൻ പ്രഭാകർ എന്ന് പറഞ്ഞ ഒരു ഡയറക്ടർ 1 വേ ടിക്കറ്റ് ഒക്കെ ചെയ്ത വ്യാസൻ അടവനക്കാട് എന്ന് പറഞ്ഞ ദിലീപിന്റെ സുഹൃത്തോടെ അദ്ദേഹം എഴുതിയൊരു സിനിമ. അത് അന്ന് ഭഗതും പറഞ്ഞിട്ടുണ്ട്. അതായത് മലർവാടി കഴിഞ്ഞിട്ട് ഇനിയിപ്പോ എന്താ ചെയ്യേണ്ട എന്ന് നിൽക്കുന്ന സമയത്താണ് ദിലീപ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞിട്ടാണ് അതിൽ നിവിനെയും ഭഗതിനെയും ആണ് കാസ്റ്റ് ചെയ്യുന്നത്. പിന്നെ സുരാജ് ഉണ്ട്, ബിയോൺ ഉണ്ട്, വേറെ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. അത് ശരിക്കും വലുതായിട്ട് ശ്രദ്ധിക്കപ്പെട്ടില്ല ആ പടം. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ സെവൻസ് എന്ന് പറയുന്ന ഒരു സിനിമ, ഇതേപോലെ ജോഷി സാറിന്റെ ഒരു സിനിമ. അതിന് പക്ഷെ നമ്മളിന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ആസിഫ് അലിയും കുഞ്ചാക്കോ ബോബനുമാണ് പ്രധാനം. നിവിനും അന്ന് അതിൽ വലിയൊരു ഇതില്ല. നിവിൻ അന്ന് അത്ര താരമൂല്യം ആയിട്ടില്ല. പക്ഷെ അവിടുന്ന് അങ്ങോട്ട് അത് കഴിഞ്ഞിട്ട് നിവിൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് എടുത്തു എന്ന് തന്നെ പറയാം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വിനീത് ശ്രീനിവാസിന്റെ തട്ടത്തിൽ മറയത്ത് എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ വരുന്നത്. അത് അതുവരെ നമ്മൾ താടിയൊക്കെ വെച്ചിട്ടില്ല. അത് നിവിനെ അല്ല എത്ര രീതിയിൽ ഫുൾ ക്ലീൻ ഷേവ് ആയിട്ട് വേറൊരു നിവിനെ, അതുവരെ കാണാത്ത ഒരു നിവിനെയാണ്. ശരിക്കും ആ നിവിനെയാണ് നമ്മള് കാണാൻ ആഗ്രഹിക്കുന്നത്. എപ്പോഴും സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കണം ആ ഒരു കോംബോ. ആ സിനിമയിലും അജു വർഗീസ് അജുവിന്റെ ഒരു അവരുടെ ഒരു ലൈഫ് എന്താ പറയാ, അവരുടെ ഒരു ജീവിതം മാറിയ ഒരു കരിയർ ടേണിംഗ് പോയിന്റ് തന്നെ തട്ടത്തിൽ മറയത്ത് എന്ന് പറയുന്ന സിനിമ തന്നെയാണ്. കോംബോയും വർക്കാവും, അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇവര് വരുന്ന ആ കോംബോ ഒരുമിച്ചുണ്ടെങ്കിൽ ആ സിനിമ തന്നെ വർക്കാവും, കോമഡി വർക്കാവും, അങ്ങനത്തെ രീതിയിൽ വരാൻ തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞപ്പോ അത് തട്ടത്തിൽ മറയത്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നിവിൻ എടുത്ത സെലക്ഷൻ നമുക്ക് നോക്കാം. അതിൽ ചില പരാജയങ്ങൾ, ഇപ്പൊ ഭൂപടത്തിലില്ലാത്തൊരു ഇടം എന്ന് പറഞ്ഞാൽ അത് പലരും കണ്ടിട്ടുണ്ടാവില്ല. അത് ഇതേപോലെ ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു സിനിമയാണ്. പക്ഷെ അത് ഞാൻ അന്ന് അറിഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ അത് ശ്രീനിവാസനാണ് അതിലൊരു മെയിൻ ലീഡ് എന്ന് പറയുന്നത്. അത് ശരിക്കും അന്ന് ആസിഫ് അലിയും നമിത പ്രമോദിനെയും വെച്ച് പ്ലാൻ ചെയ്തൊരു സിനിമയായിരുന്നു. പക്ഷെ ആസിഫ് എന്ന് വേറെ ഏതൊരു സിനിമയുടെ തിരക്കിലോട്ട് പോയി. നമിത പ്രമോദ് അന്ന് പുതിയ തീരങ്ങൾ എന്ന് പറയുന്ന ഒരു സിനിമയിലേക്ക് പോകുന്നു. അപ്പൊ പെട്ടെന്ന് ആരെയും കിട്ടാതെ ആയപ്പോ ശ്രീനിവാസൻ വിളിച്ചു പറഞ്ഞു അന്ന് തട്ടത്തിൽ മറയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അവിടുന്ന് വന്ന് നിവിൻ ചെയ്തതോ അതോ തട്ടത്തിൽ മറയത്തിന് മുമ്പ് നിവിൻ ചെയ്തതോ അങ്ങനെ എന്തോ ആണ്, എനിക്ക് കറക്റ്റ് ഓർമ്മ. അത് ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു സിനിമയാണ്. പക്ഷെ തട്ടത്തിൽ മറയത്ത് ഇറങ്ങിയതോടുകൂടി പിന്നെ നിവിൻ അങ്ങോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ
അരികിൽ ഒരാൾ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. അത് അത് ശ്രദ്ധിക്കപ്പെട്ടു, തിയേറ്ററിൽ അത്ര ഓടിയില്ലെങ്കിലും. പിന്നെ നേരം എന്ന് പറയുന്നത്, അതായത് ഇവർ അൽഫോൺസ് പുത്രൻ എന്ന് പറയുന്ന ഒരു സംവിധായകന്റെ വരവ്, നിവിൻ നമ്മുടെ നസ്രിയയുടെ ഒരു കോംബോ, 2013 റിലീസ് ചെയ്ത നേരം എന്ന് പറയുന്ന ഒരു സിനിമയും അതിന് മുമ്പായിട്ട് ഇവരുടെ ഒരു ആൽബം ഇറങ്ങി, അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? യുവ പേര്. അത് ഭയങ്കര ശ്രദ്ധിക്കപ്പെട്ടു. ആ ആൽബത്തിന് ശേഷമാണ് അതേ ഒരു ടീമിന്റെ നേരം മലയാളത്തിലും തമിഴിലുമായിട്ടും വരുന്നു. അൽഫോൺസിനും അങ്ങനത്തെ ഒരു തരം ഒരു അൽഫോൺസിന്റെ എഡിറ്റിംഗ് പാറ്റേൺ ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അൽഫോൺസിന് വളരെ ഇഷ്ടം അങ്ങനത്തെ ഒരു സിനിമ. ബോബി സിംഹം അങ്ങനത്തെ കുറച്ച് ഉണ്ടായിരുന്നല്ലോ. അത് ഇവിടെ മനോജ് കെ ജനാണ് ആ റോൾ, അവിടെ നാസറാണ് ചെയ്യുന്നത്. അതൊരു ഒരു തമിഴ് സ്റ്റൈലാണ്. അത് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോ 2013 കഴിഞ്ഞിട്ട് 2014 എന്ന് പറയുന്ന ഒരു വർഷം ശരിക്ക് നിവിൻ പോളിയുടെ ഒരു കരിയർ തന്നെ മാറ്റിമറിച്ച. കാരണം അന്ന് 2014 ആദ്യം റിലീസ് ചെയ്തത് 1983. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത മാസം എനിക്ക് 1983 ജനുവരിയിൽ റിലീസ്, ഫെബ്രുവരി ആയി കഴിഞ്ഞപ്പോൾ ഓം ശാന്തി ഓശാന. പിന്നെ ആ ഒരു ഏപ്രിൽ മെയ് ആ ഒരു ടൈമിൽ വിഷുവിന് തന്നെയാണ് തോന്നുന്നുണ്ട് നമ്മുടെ ബാംഗ്ലൂർ ഡേയ്സ്, ഏപ്രിലോ മെയിലോ ആണ് ബാംഗ്ലൂർ ഡേയ്സ് റിലീസായത്. അതോടുകൂടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 സിനിമകൾ, അതായത് 83 ആണ് ശരിക്കും പറയുകയാണെങ്കിൽ നിവിൻ പോളിയുടെ ആദ്യത്തെ ഒരു വലിയ നേരമുണ്ട്. പക്ഷെ 83 വന്നു കഴിഞ്ഞപ്പോൾ ഒരു നടൻ എന്ന രീതിയിലും കൂടി ആദ്യമായിട്ട് സ്റ്റേറ്റ് അവാർഡ് ആ വർഷം നിവിൻ പോളി കിട്ടി. ഒപ്പം സുധേനായരും വേറെ ഒരു സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. ഓം ശാന്തി ഓശാന എന്ന് പറഞ്ഞൊരു സിനിമ ഈ 83ക്ക് ശേഷം വന്ന ഒരു സിനിമയാണ്. അപ്പോ എനിക്കിപ്പോഴും ഓശാന്റെ ഫസ്റ്റ് ഡേ കാണാൻ പോകുമ്പോൾ നിവിന്റെ ഒരു ഇൻട്രോ, ഈ പറഞ്ഞ ഒരു മാസ് ഹീറോനെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന പോലെയാണ്. അത് ശരിക്കും ഒരു ഫീമെയിൽ ഓറിയന്റഡ് സിനിമയാണെങ്കിൽ പോലും നിവിൻ വരുന്ന ആ ഒരു സീനിൽ ഒരു ഭയങ്കര ഒരു കയ്യടിയുണ്ട്. അത് എനിക്ക് മനസ്സിലായത് 83ക്ക് മുമ്പാണെങ്കിൽ ഈ ഒരു കയ്യടി കിട്ടില്ല. 83 റിലീസായി നിവിന് ഒരു പേരും കിട്ടി, ആളുകളുടെ ഇടയിൽ ഒരു ഇഷ്ടം കൂടി നിൽക്കുന്ന സമയത്ത് ഇറങ്ങിയ ഒരു സിനിമയായിരുന്നു ഓം ശാന്തി ഓശാന. നമ്മൾ പറയത്തില്ലേ ഇപ്പത്തെ ഒരു ലൈക്ക് ക്രഷ്, അല്ലെങ്കിൽ ആ ഒരു ടൈമത്തെ ക്രഷ്. ഇപ്പൊ തട്ടത്തിമറിയത്ത് വന്നപ്പോ എനിക്ക് തോന്നുന്നു നിവിനോടുള്ള ക്രഷിനെക്കാളും ആ ഒരു ലവ് സ്റ്റോറിയും ആ ഒരു ഹിന്ദു മുസ്ലിം ലവ് സ്റ്റോറിയോടുള്ള ഒരു ഇഷ്ടമായിരുന്നു. പക്ഷെ ഈ ഓം ശാന്തി ഓശാനയില് നിവിനോട് നിവിനാണ്. അത് തട്ടത്തിമറിയത്തിൽ നമ്മൾ നോക്കിക്കാൻ ചിലപ്പോൾ നിവിനല്ല, അത് ആദ്യം കേട്ടിട്ടുണ്ട് ഭഗതിനെയായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. പിന്നീട് നിവിനെ ഈ ലുക്കിൽ വിനീത് കണ്ടപ്പോ അത് ആരെ കാസ്റ്റ് ചെയ്താലും അത് അങ്ങനെ ക്ലിക്കാവും. എനിക്ക് തോന്നുന്നത് അന്ന് ചിലപ്പോൾ വിനീത് ചിന്തിച്ചില്ല. പിന്നീട് ഞാൻ ആലോചിക്കുന്നത് എന്തുകൊണ്ട് അന്ന് ധ്യാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ചേർന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. കാരണം ധ്യാൻ ആ ഏജിൽ വേണമെങ്കിൽ അനിയനെ തിരയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ചിലപ്പോൾ തട്ടത്തിമറിയത്തില് ധ്യാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോ നമ്മൾ നിവിനെ ഇങ്ങനെ കാണാൻ പറ്റില്ലായിരിക്കും. പക്ഷെ നിവിന്റെ ക്യാരക്ടർ വൈസ് നോക്കുമ്പോൾ സെറ്റാണ്. പക്ഷെ അന്ന് എനിക്ക് തോന്നുന്നില്ല നിവിനോട് ഒരു ക്രഷോ അല്ലെങ്കിൽ ഒരു അത്രയും ഫാൻ ബേസ് ആ ഒരു മൂവിക്ക് അങ്ങനെ. അത് എനിക്ക് തോന്നുന്നു ആ ഒരു മൊത്തത്തില് മൂവി ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നത്. പക്ഷെ ഈ ഓം ശാന്തി ഓശാന വരുമ്പോ നിവിൻ എന്ന് പറയുന്ന ഒരു പേഴ്സൺ സ്റ്റാറും കൂടിയായി, അവിടെ ഒരു സ്റ്റാറും കൂടി ആയി കഴിഞ്ഞപ്പോ നിവിനോടുള്ള ഒരു ഇഷ്ടം കൂടിയാണ് അതില്. പിന്നെ നസ്രിയ നിവിൻ കോംബോ അത് നല്ല. പിന്നെ ബാംഗ്ലൂർ, നമ്മൾ അതിന്റെ ബാംഗ്ലൂർ ഡേയ്സ് എടുത്തു കഴിഞ്ഞാൽ ഇതില് ദുൽഖറും ഫഹദും ഉണ്ടെങ്കിൽ അപ്പുറത്ത് നിവിനാണ് കൂടുതൽ സ്കോർ ചെയ്തത്. ആ ഒരു കോമഡിയും കാര്യങ്ങളും ഒക്കെ. കാരണം നമ്മളിപ്പോ നിവിന്റെ ഈ പറഞ്ഞ ഒരു 3 സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും അന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, ശരിക്കും നമ്മൾ പണ്ടത്തെ ഒരു ദിലീപിന്റെ ഒരു ജേണി ഉണ്ടല്ലോ, ഇവർ രണ്ടുപേരും നമ്മൾ കുറെ സാമ്യത ഇവരുടെ ഒരു ജേണിയിലുണ്ട്. കാരണം ദിലീപ് ഇതുപോലെ തന്നെ ജോക്കർ, ഡാർലിംഗ് കണ്ട് തെങ്കാശി പട്ടണം വന്നു കഴിഞ്ഞപ്പോൾ കിട്ടിയ ഒരു കയ്യടിയാണ്. ഇതേപോലെ നിവിന് 83 ഓം ശാന്തിയും കഴിഞ്ഞിട്ട് ഈ പറയുന്ന ബാംഗ്ലൂർ ഡേയ്സ് എത്തിക്കഴിഞ്ഞപ്പോൾ ആ ഒരു കൂട്ടത്തിൽ സ്കോർ ചെയ്തു എന്ന് പറയുന്നത്. ഇതിന്റെ കൂടെ പറയേണ്ടത് ഇത് കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം വിക്രമാദിത്യ എന്ന് പറഞ്ഞ സിനിമ, അതിൽ ദുൽഖറും ഉണ്ണിമൂന്നനാണെങ്കിലും അവസാനം നിവിൻ പോളി വരുന്ന ഒരു 15 മിനിറ്റ് നിവിൻ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു കയ്യടിയും ആ സിനിമ നിവിൻ വന്നപ്പോ കുറച്ചും കൂടി ഒരു അതിന് സിനിമയ്ക്ക് ഒരു ഗുണം ചെയ്തു എന്ന് പറയുന്നത് നിവിൻ ആ ഒരു സ്റ്റാർ ആയി തുടങ്ങി എന്നുള്ളതിന്റെ ഒരു തെളിവ് തന്നെയായിരുന്നു. അത് നിവിന്റെ ഒരു സെലക്ഷൻ തന്നെയാണത്. കാരണം അത് കേട്ട് എത്ര പടങ്ങൾ ചെയ്യാതെ വിക്രമാദിത്യൻ പോയി ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ 2015 നിവിന്റെ കുറച്ച് സിനിമകളുണ്ട്. അല്ലെങ്കിൽ മിലി എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, ഇവിടെ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. അത് രണ്ടും ക്രിട്ടിക്കലി അക്ലെയിം ചെയ്ത സിനിമയാണ്. പക്ഷെ അപ്പുറത്ത് നമുക്ക് മറക്കാൻ പറ്റാത്തതാണ് വടക്കൻ സെൽഫി, പ്രേമം. നിവിൻ ഈ പറഞ്ഞ നിവിനെ വേറെ എവിടെയോ കൊണ്ടെത്തിച്ച പ്രേമവും വടക്കൻ സെൽഫി. നമുക്ക് എന്താ പറയാ, രണ്ടുപേരും നിവിനെ ചെയ്തേക്കണം, പക്ഷെ രണ്ട് തരത്തിലാണ്.
രണ്ടിലും കോമഡിയാണ്, പക്ഷെ രണ്ട് ടൈപ്പ് കോമഡി എന്ന് പറയാല്ലേ നമുക്ക്. അല്ല അതിപ്പോ എനിക്ക് ഇപ്പൊ പ്രേമം അൽഫോൺസ് പുത്രന് നിവിനെ പണ്ട് മുതലേ അറിയാം. ചിലപ്പോ അത് അറിയുന്നോണ്ടായിരിക്കും നമ്മൾ പറയില്ല ഇപ്പൊ പ്രിയദർശൻ മോഹൻലാൽ എന്നൊക്കെ പറയണ പോലെ അത് നിവിനെ എങ്ങനെ പ്രസന്റ് ചെയ്താൽ ആളുകൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത് അൽഫോൺസിന് അറിയാവുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ പ്രസന്റ് ചെയ്തത്. മെച്ചോർഡ് ആയിട്ടുണ്ട്. സ്കൂൾ കാലഘട്ടം മുതൽ 30 വയസ്സ് വരെ കാണിക്കുന്നത്. ആ 3 കാലഘട്ടത്തിലും 3 ടൈപ്പ് നിവിനെ നമുക്ക് കാണാൻ പറ്റും. സീരിയസ്, മെച്ചോർഡ്, അതേപോലെ ചൈൽഡിഷ് ആയിട്ടുള്ളത് വിത്ത് കോമഡി. അതോടെ നമ്മൾ പറയണം. അതിനിപ്പോ ഒരു കോമഡിയും കൂടെ ചേരുമ്പോ അത് ഈ പറഞ്ഞ പോലെ പ്രേമം കഴിഞ്ഞ് പിന്നെ ആക്ഷൻ ഹീറോ ബിജു, അത് റിലീസ് ദിവസം ഇച്ചിരി ഡൗൺ ആയ ഒരു പടമാണ്. കാരണം പ്രേക്ഷകർ പ്രതീക്ഷിക്കാത്ത ഒരു പടമായിരുന്നു. പക്ഷെ അവിടുന്ന് നിവിന്റെ ഒരു സ്റ്റാർഡം കൊണ്ട് ആ പടം പിന്നീട് കേറി എന്നുള്ളതാണ്. അതും ഇതേ പറഞ്ഞ പോലെ തന്നെ ഒരു പോലീസ് വേഷമാണെങ്കിലും പോലീസ് വേഷങ്ങളെ അല്ല. അത് മാത്രല്ല അവിടെയും ആ ഒരു കോമഡി നിവിന് നമുക്ക് ഈ ബിജു എന്ന പേരിൽ ഒരു പോലീസ് ഓഫീസർ നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട്. അത് മാത്രല്ല അതും സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അങ്ങനെ ചെയ്യേണ്ട ഒരു ക്യാരക്ടറിനെ ആ ഒരു നിവിൻ്റെതായ സ്റ്റൈലും കൂടെ വന്നപ്പോ നല്ല ഒരു മാച്ചായി. ആ പോലീസും ഒരു ജനത മൈത്രി പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറയുന്ന പോലെ അതും പിന്നെ ഈ വടക്കൻ സെൽഫിനും അത് തന്നെ അതും നമ്മള് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിരുന്നു നിവിന്റെ. ലൈക്ക് തോറ്റ് ആ ഒരു നിവിനെയാണ് ഇപ്പോ. അതായത് അത് കഴിഞ്ഞിട്ട് പിന്നെ ശരിക്കും നിവിൻ കായംകുളം കൊച്ചുണ്ണിയുണ്ട്, മികായിലുണ്ട്, കുറെ സിനിമകളൊക്കെ ചെയ്തെങ്കിൽ കൂടിയും ഇടയ്ക്ക് ലവ് ആക്ഷൻ ഡ്രാമയാണ് ശരിക്കും പറഞ്ഞാൽ നിവിന്റെ പിന്നെ വലിയൊരു വിജയമായി. ആക്ഷൻ ഹീറോ ബിജുവിന് ശേഷം നിവിൻ കുറച്ചുകൂടെ സീരിയസ്. പിന്നെ ഞണ്ടുകളുടെ നാട്ടില് അതേപോലെ കുറച്ച് നിവിൻ ഒരു ഫൺ ക്യാരക്ടർ ആയിരുന്നു. പക്ഷെ പിന്നെ നിവിൻ കായംകുളം കൊച്ചുണ്ണി, മികായല്, ഇടയ്ക്ക് അത് കഴിഞ്ഞ പിന്നെ മൂത്തോൻ, ഇങ്ങനെ കുറച്ച് സീരിയസ് ഇതിലോട്ടാണ്. അതിന്റെ ഇടയില് നിവിന്റെ ഒരു ലൈക്ക് ഇച്ചിരി ഓട്ടിസ്റ്റിക് ടൈപ്പ് ഒരു ക്യാരക്ടർ ശ്യാമപ്രസാദ്. അതുപോലെ നിവിൻ പിന്നെ കുറച്ച് മാറ്റങ്ങൾ എക്സ്പെരിമെന്റ്സ് ചെയ്യാൻ നോക്കി. പക്ഷെ അത് പിന്നീട് കുറച്ച് ഒരിക്കൽ ലിസ്റ്റിൻ സ്റ്റീഫൻ തന്നെ ഈ പറഞ്ഞ പോലെ ഏതൊരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്, നിവിൻ ഒരു 10 പടത്തിൽ 8 നിവിന്റേതായ പടം ചെയ്യട്ടെ, 2 എക്സ്പെരിമെന്റ് ചെയ്യട്ടെ. അപ്പൊ എല്ലാവരും നിവിനോട് പറഞ്ഞു പറഞ്ഞപ്പോ മൂത്തോൻ എന്ന് പറഞ്ഞ ഒരു പടം ലവ് ആക്ഷൻ ഡ്രാമ ഏകദേശം ഒരേ സമയത്ത് ഇറങ്ങി. മൂത്തോൻ തിയേറ്ററിൽ ഓടിയിലെ ക്രിട്ടിക്കലി അക്ലൈംഡ്, നിവിന് സ്റ്റേറ്റ് അവാർഡ് പ്രത്യേക പരാമർശം കിട്ടി. വേറെ ഏതൊരു ന്യൂയോർക്ക് ഫിലിം ഫെസ്റ്റിവൽ എവിടെയോ അവാർഡ് കിട്ടി. ലവ് ആക്ഷൻ ഡ്രാമ പക്ഷെ അതും ഈ പറഞ്ഞ ലവ് ആക്ഷൻ ഡ്രാമയ്ക്ക് അന്ന് കുറെ മിക്സ്ഡ് റെസ്പോൺസ് ആയിരുന്നു. ഒപ്പീനിയൻ മിക്സ്ഡ് ആയിരുന്നു, സ്ക്രിപ്റ്റ് പോലെ എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിലും ആ പടം ആ ലെവല് കൊണ്ടെത്തിച്ചത് നിവിൻ പോളി എന്ന് പറഞ്ഞ തന്നെയാണ്. നമുക്ക് കഥയോ ബാക്കി കാര്യങ്ങളൊക്കെ വർക്ക് ആയില്ലെങ്കിൽ ചിലർക്ക് വർക്ക് ആയില്ലെങ്കിലും നിവിൻ അല്ലെങ്കിൽ അജു കോംബോ അത് നൈസായിരുന്നു. അതിന് വല്ലതും വേറെ ഒന്നും പറ്റില്ല. അവരുടെ ആ ഒരു എനിക്കിപ്പോഴും ഞാൻ ഇടക്കിടക്ക് അതിന്റെ കോമഡി ഒക്കെ നമ്മള് റിയൽ ലൈഫിൽ ഇങ്ങനെ യൂസേജ് ചെയ്യില്ലേ, നീ ഇങ്ങോട്ട് വന്നേ അങ്ങനെയൊക്കെ യൂസ് ചെയ്യില്ല. അങ്ങനെ കുറെ നിവിന്റെ മജുവിന്റെ ഒക്കെ അങ്ങനത്തെ കുറെ ഡയലോഗ്സ് ഒക്കെ പറയാറുണ്ട്. ആ നിവിനെയാണ് 2019 ലവ് ആക്ഷൻ ഡ്രാമ ചെയ്ത നിവിനെയാണ് പിന്നീട് നമ്മൾ ശരിക്കും മിസ് ചെയ്തത്. അതിനുശേഷം നിവിൻ ഒരുപാട് സിനിമകൾ ചെയ്തു, എക്സ്പീരിയൻസ് ചെയ്തു. അതിലെല്ലാം നല്ല പെർഫോമൻസ് ഒക്കെ തന്നെയായിരുന്നെങ്കിൽ പോലും ആ ഒരു നിവിനും എപ്പോഴും മിസ് ചെയ്തു. അതാണ് ഇപ്പോ സർവ്വമായയിലൂടെ തിരിച്ച് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതിനിടയിൽ കുറെ സീരിയസ് മൂവീസ്, സഖാവ്, തുറമുഖം, പിന്നെ പടവെട്ട് അങ്ങനത്തെ കുറച്ച് പടങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഉദ്ദേശം പോലെ അത്രയും എനിക്ക് അപ്പോഴും അതൊന്നും നിവിൻ ഇപ്പൊ തിരിച്ചറിഞ്ഞു എന്നാണ് തോന്നുന്നത്. നിവിന്റെ അടുത്ത് നിന്ന് എന്താണ് പ്രേക്ഷകർ. പിന്നെ എനിക്ക് മറ്റൊരു മൂവി ബോസ് ആൻഡ് കോ ലവ് ആൻഡ് ആക്ഷൻ ഡ്രാമ ആ ഒരു രീതിയിലേക്ക് വരുത്താൻ നോക്കിയെങ്കിലും അതും വർക്ക് ആയില്ല. ശരിക്കും ഒന്നും വർക്കായിട്ടില്ല എന്ന് തന്നെ പറയാം. ഈ മലയാളി ഫ്രം ഇന്ത്യ എന്നൊരു മൂവി അത് തിയേറ്റർ റിലീസിൽ സക്സസ് ആയില്ലെങ്കിൽ OTT കണ്ടപ്പോ പിന്നെയും അതിലും ഈ പറഞ്ഞ പോലെ എവിടേക്കോ നമ്മൾ ആ പഴയ നിവിന്റെ കുറച്ച് ഹ്യൂമർ, പക്ഷെ അത് വേറെ കുറച്ച് സെന്റിമെന്റ്സ് വേറെ ഭയങ്കര ഇമോഷനിലൊക്കെ പോയത് കൊണ്ടായിരിക്കും പ്രേക്ഷകർ പ്രതീക്ഷിച്ച ഒരു സാധനം. കാരണം നിവിനും ധ്യാനും ഒരുമിച്ച് വരണമെന്ന് പറഞ്ഞപ്പോ പ്രേക്ഷകർ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു, അത് പക്ഷെ പ്രേക്ഷകർക്ക് കിട്ടിയില്ല. പിന്നെ ഇതിന്റെ ഇടയിൽ പിന്നൊരു നിവിന് കംബാക്ക് അല്ലെങ്കിൽ ഒരു നോട്ടബിൾ ആയിട്ട് വന്നത് നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം മുതല് പുള്ളിയുടെ തന്നെ സ്പൂഫ് ക്യാരക്ടറാണ്. അത് നല്ല വർക്ക് ചെയ്തായിരുന്നു. ആ സിനിമ ശരിക്കും പിടിച്ചു നിന്നത് നിവിൻ വന്നപ്പോ വേറെ എവിടെയോ കൊണ്ട് ആ സിനിമയിൽ എത്തിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് സീനും പുള്ളിയുടെ ആ ഇൻട്രൊഡക്ഷനും പിന്നെ പുള്ളിയുടെ ആ ഫുൾ സീനും. പുള്ളി സ്വന്തമായിട്ട് സ്പൂഫ് ചെയ്യണമെന്നാണെങ്കിൽ അത് നന്നായിട്ട് വർക്ക് ആയി. ആളുടെ തടിയെ കുറിച്ചൊക്കെ. പക്ഷെ ഇപ്പൊ ഈ തടിയെ കുറിച്ചൊക്കെ സർവ്വമായാലും വന്നപ്പോ നിവിൻ വളരെയധികം സ്ലിം ആയിട്ടുണ്ട്. നമുക്ക് അത് എന്താ പറയാ, ശരിക്കുള്ള ഒരു പഴയ ഒരു നിവിൻ 10 വർഷം മുമ്പത്തെ നിവിൻ എന്താണോ അത് തന്നെ നിവിൻ, ഒരു മാറ്റവും ഇല്ലാതെ തന്നെ നിവിൻ കൂടെ അജുവും ഒക്കെ കൂടി വന്നുകൊണ്ട്
അതൊരു നല്ല രസമായിട്ട് എനിക്ക് പിന്നെ നിവിന്റെ ഫേവറേറ്റ് കാര്യം അല്ലെങ്കിൽ ഭയങ്കര നോട്ടീസ് ചെയ്യേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ നിവിന് സ്വന്തമായിട്ട് കുറച്ച് മോണോലോഗ്സ് ഉണ്ട്. അത് നമുക്ക് വർക്ക് ആവും. ഇപ്പൊ ഈ വർഷങ്ങൾക്ക് ശേഷം ഓർത്തപ്പോഴാണ് എനിക്ക് തോന്നിയത് അതില് ഇഷ്ടംപോലെ മോണോലോഗ്സ് നിവിൻ വെറുതെ സ്വന്തമായിട്ട് സംസാരിക്കണതാ. പക്ഷെ നമുക്കതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ സ്വയമായിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അത് കോമഡി ആയിട്ട് വർക്ക് ആവാനോ അല്ലെങ്കിൽ നമുക്ക് തമാശ പറയാനോ ചാൻസ് വളരെ കൂടുതലാണ്. പാളിപ്പോവാം, അതിനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷെ നിവിന്റെ മോണോലോഗ്സ് ഭയങ്കര രസമാണ്. ഈ തട്ടത്തിമറിയത്തുണ്ട്, വടക്കൻ സെൽഫിയിലുണ്ട്. നിവിൻ തന്നെ ഉണ്ടാക്കിയെടുത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിവിൻ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര ഒരു ബോൺ ആക്ടർ ഒന്നും അല്ല. പക്ഷെ നിവിൻ അത് വന്ന ശേഷം നിവിൻ അത് ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ട് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് എടുത്തതാണ്. എനിക്ക് ഈ ഒരു കാര്യം ഭയങ്കര ഇപ്പൊ അല്ലാണ്ട് ഈ സിറ്റുവേഷണൽ കോമഡീസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ കോംബോ വർക്ക് ചെയ്യാറുണ്ട്. അതൊക്കെ എല്ലാവർക്കും ഒരുപാട് പേര് നമുക്ക് പറയാം. പക്ഷെ ഈ മോണോലോഗ്സ് നമുക്കിങ്ങനെ അതിലൊരു കോമഡി വരുത്താന്ന് പറയുന്നത് അതൊരു പ്രത്യേകമായിട്ടൊരു എന്താ പറയുക നിവിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയണം. അങ്ങനെ ഇപ്പൊ ഞാൻ അടുപ്പിച്ച് എനിക്ക് പെട്ടെന്ന് ഓർക്കുമ്പോൾ ഈ 3 മൂവീസാണ് ഓർമ്മ വന്നത്. പക്ഷെ ഇതല്ലാണ്ട് മിക്ക മൂവീസിലും കോമഡിയിൽ വർക്ക് ചെയ്യുന്ന നിവിന്റെ ഇഷ്ടം പോലെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. സ്വയമായിട്ട് സംസാരിക്കുക, അതിലൊരു കോമഡി വരാന്ന് പറയുമ്പോ ഈ വർഷങ്ങൾക്ക് ശേഷം തന്നെ പുള്ളി ഇങ്ങനെ സ്വയമായിട്ട് ഈ പടം പൊട്ടി അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ഒരു കോമഡി അങ്ങനത്തെ കോമഡി ഒക്കെ നമുക്ക് ശരിക്കും വർക്ക് ചെയ്യായിരുന്നു. ഇപ്പൊ എന്തായാലും സർവ്വമായ എന്തായാലും ഇപ്പൊ ഹിറ്റിലേക്ക് പോവാണ്. ലവ് ആക്ഷൻ ഡ്രാമയ്ക്ക് ശേഷം ഇവന്റെ വലിയൊരു ഹിറ്റ് വരികയാണ്. ഇനിയിപ്പോ അടുത്തത് എനിക്ക് തോന്നുന്നു ബി ഉണ്ണികൃഷ്ണന്റെ സിനിമയാണ്. അത് പക്ഷെ ഒരു പൊളിറ്റിക്കൽ സിനിമയാണ്. സർവ്വമായ്ക്ക് മുമ്പ് നിവിന് കമ്മിറ്റ് ചെയ്ത ഒരു സിനിമയാണ്. പിന്നെ ഒരു മൂവിയില് ലോകേഷിന് ഒരു മൂവിയില് വില്ലൻ, അത് വില്ലനായിട്ട് ലോകേഷ്, അതിന്റെ ബെൻസ് എന്ന് പറഞ്ഞ സിനിമയുണ്ട്. പിന്നെ ബേബി ഗേൾ എന്ന് പറഞ്ഞ ലിസ്റ്റിൻ പ്രൊഡ്യൂസ് ചെയ്ത ഗരുഡന്റെ ഡയറക്ടർ. അതൊക്കെ സീരിയസ് ആണ്. പിന്നെ നയൻതാരയുടെ ഒപ്പം അത് ഡിയർ സ്റ്റുഡൻസിൽ എനിക്ക് തോന്നുന്നു നിവിന് ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ ആണെന്ന് തോന്നുന്നു. എന്റെ കറക്റ്റ് അറിയില്ല. എന്തായാലും അതൊക്കെ സർവ്വമായ്ക്ക് മുമ്പാണ്. ഇനി സർവ്വമായ്ക്ക് ശേഷം നിവിന് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, അവിടെയാണ് നിവിന്റെ ഇനി ഒരു സെലക്ഷൻ നോക്കുന്നത്. അത് നിവിൻ എന്തായാലും ഇവരുടെ ശ്രദ്ധിച്ച് ചെയ്യും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മള് വെയിറ്റ് ചെയ്ത് ഇതേപോലെ തന്നെ ഡൗണിൽ പോയിട്ട് വെയിറ്റ് ചെയ്ത ഒരു കംബാക്ക് ആണ് ആസിഫ് അലിയുടെ. അത് സംഭവിച്ചു ഈ വർഷം തന്നെയാണ്. അത് തന്നെ കഴിഞ്ഞ വർഷം ലാലേട്ടന്റെയും നമ്മൾ വിചാരിച്ച പോലെ ഒരു ഹിറ്റ് നമുക്ക് തിയേറ്റർ ഹിറ്റ് നമുക്ക് എപ്പോഴും ഹിറ്റ് കൊടുക്കുന്നതാണ്. അല്ല നമ്മള് വിചാരിച്ചപ്പോ തുടരുന്നോട് വന്നപ്പോ നമ്മൾ ആഗ്രഹിച്ച കംബാക്ക് കിട്ടി. ഇപ്പൊ നിവിന്റെയും കിട്ടി. അങ്ങനെ ഈ ദിലീപിന്റെ കിട്ടി. ഇപ്പൊ 2025 നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന കൊറേ കംബാക്സ് സംഭവിച്ചുകൊണ്ടിരിക്കുവാണ്. മലയാള സിനിമയിൽ ഇതുപോലെ നമ്മള് എല്ലാ താരങ്ങൾക്കും ഇതുപോലെ അടിപൊളി പടങ്ങളും കംബാക്സും ഇനിയും ഇങ്ങനെ കംബാക്സ് റെഡി ആയിട്ട് ഇരിക്കുന്ന എല്ലാവർക്കും ഹിറ്റുകൾ വരട്ടെ. കാണാത്തവര് പോയി കാണട്ടെ. കുറെ സിനിമകളുണ്ട്. ഇപ്പൊ ഹാലുണ്ട്, ആഘോഷമുണ്ട്. എല്ലാത്തിനും അതിന്റേതായ ഒരു മെറിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റേതായ ഇപ്പൊ ഹാലാണെങ്കിലും നല്ല ഹാലിനെ കുറിച്ചും അത് വേറെ എപ്പിസോഡ് ചെയ്യണം. അതിനെ കുറിച്ച് കുറെ നല്ല ഡാൻസും ഷെയ്നിങ്ങും എന്ന് പറയുന്ന നല്ല ഡാൻസ് ഒക്കെ ഉള്ളതാണ്. അപ്പൊ തന്നെ സമമായ കാണാത്തവര് പോയി കാണുക.